ആ എനിക്ക് കാണണം. നീ വാ. ഇതാ ഞാൻ വന്നു. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? ഹായ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കണം. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ കരുത്തരായുള്ള ബാംഗ്ലൂരു FC. സോ കൂടുതലായിട്ടൊന്നും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം തോറ്റ് നിൽക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവർക്കെതിരെയാണ് ബാംഗ്ലൂർ കളിക്കാൻ പോകും. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര മാച്ചാണ്. അതായത് സിമ്പിൾ ആയിട്ട് അവർക്ക് 3 പോയിന്റ് സ്വന്തമാക്കാൻ പറ്റും. ഇനി നമുക്ക് ബാംഗ്ലൂർ ടീമിലോട്ട് വരാം. അതായത് മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതായത് ഉള്ളതിൽ വെച്ച് മികച്ച താരങ്ങളാണ് ബാംഗ്ലൂർ FC. സുനിൽ ഛേത്രി, റോഷൻ സിംഗ്, ആഷിഖ് കുരുണിയൻ, രാഹുൽ ബാക്കെ, റയാൻ വില്യംസ്, നിഖിൽ പൂജാരി, ശിവശക്തി നാരായൺ, ഇങ്ങനെ തുടങ്ങിയ മികച്ച ഇന്ത്യൻ താരങ്ങളായിട്ട് അവർക്കുണ്ട്. പിന്നെ റയാൻ വില്യംസ് ഒരു ഇന്ത്യൻ താരമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ടീമൊക്കെ വെരി സ്ട്രോങ് ആണ്. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലോട്ട് വരാം. അതായത് ISL പകുതി എത്തിയിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു കൃത്യമായുള്ള ഫോർമേഷൻ ഇതുവരെയായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും അയച്ചുപണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു താരം വരും, ഒരു താരം പോകും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. അതായത് കളിച്ച എല്ലാ കളിയും തോറ്റ് ആകെ ഒരു പോയിന്റ് മാത്രം. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അട്ടപ്പട്ടം ബ്ലാസ്റ്റേഴ്സ് മൂഞ്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു കളി ഒരു സമനില കിട്ടിയാൽ പോലും വിജയത്തിന് തുല്യം. പക്ഷെ ഇനിയുള്ള മത്സരമൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വെരി സ്ട്രോങ് ആണ്. കാരണം ഇനിയും അവശേഷിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. ഇതിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് മുഹമ്മദൻ സഫ്സി. അവർക്കെതിരെയും തോറ്റ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് റെലഗേറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇനി ബ്ലാസ്റ്റേഴ്സ് റെലഗേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് മുഹമ്മദൻ സഫ്സിയുടെ കളിക്കനുസരിച്ചിരിക്കും. അതായത് മുഹമ്മദൻ സഫ്സി ഒരു മത്സരത്തിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ പരിപാടി ഇവിടെ തീർന്നു. അതായത് കളിച്ച കളിയിൽ നിന്ന് ഒരു പോയിന്റ് ഒഴികെ ബാക്കി എല്ലാം പൊട്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.